മെഹനാസിന് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. റിഫ തന്നെയാണ് സഫനെ ചൂസ് ചെയ്തിട്ട് മെഹനാസിന് കൊടുത്തത്. സഫ ഒരു ടൂളായിരുന്നു റിഫ ചൂസ് ചെയ്ത്. ശരിക്കും മെഹനാസിന്റെ എല്ലാ ക്യാരക്ടറും മെഹനാസ് എന്താണെന്ന് ഈ ലോകത്തെല്ലാരും കാണിച്ചു കൊടുക്കാൻ. ഈ സ്ത്രീയാണ് പറഞ്ഞത് റിഫയുടെ ആത്മാവ് തന്റെ അടുത്ത് വന്ന് തന്നെ ആരാണ് കൊന്നതെന്ന് പറഞ്ഞു എന്നുള്ളത്. അതിന് കൃത്യമായി ഇവരൊരു സിനിമയിൽ കാണുന്ന രീതിയിൽ അവരുടെ ആത്മാവിനെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇവർ കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പൊളിഞ്ഞടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് വൈറലാവാൻ വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ റിഫ എന്ന പെൺകുട്ടിയോട് എന്തെങ്കിലും സ്നേഹമുണ്ടായിട്ട് കേസ് എങ്ങനെയെങ്കിലും തെളിയാൻ വേണ്ടി വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അറിയില്ല. എന്തായാലും ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. സഫയെ റിഫ തിരഞ്ഞെടുത്തതാണത്രേ, അവളുടെ ലൈഫ് കുട്ടിച്ചോറാക്കിയിട്ട് പുറം ലോകത്തേക്ക് തന്റെ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പുറത്തെത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇതെല്ലാം കാനഡയിലുള്ള ഈ സ്ത്രീയോട് റിഫയുടെ പ്രേതം വന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. ഇതൊന്നുമല്ല, ഇതിലേറ്റവും വിരോധാഭാസമായ മറ്റൊരു കാര്യം നടന്നു. ഈ കാര്യങ്ങളെല്ലാം റിഫയുടെ പിതാവിനോട് ഈ സ്ത്രീ വിളിച്ചു പറയുന്നു. അതായത് റിഫയുടെ ആത്മാവ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്, മെഹനാസാണ് ആ ഒരു ഷാൾ എടുത്ത് മുറുക്കിയത്, തൊട്ടപ്പുറത്ത് പിടിച്ചത് മറ്റൊരാളാണ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുന്നേ ഞാൻ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2023 ജൂലൈ മന്താണ് അടുത്ത് വന്നത്. 2023 വന്നത്. അതും ഒരു രാത്രിയില് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആ കുട്ടി എന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുന്ന സൈഡിന്റെ ഭാഗത്തിന്റെ സൈഡിൽ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ചതുപോലെ തോന്നി, ആരോ വിളിച്ചതുപോലെ തോന്നി ഉറക്കില്. അപ്പൊ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഈ കുട്ടി. 2023 റിഫയുടെ ആത്മാവ് ഇവരുടെ അടുത്ത് വന്നിരുന്നു എന്നാ പറയുന്നത്. ഇവരെങ്ങനെ ആത്മാവിനെ കാണുന്നത് ഒരു വിഷയമേ അല്ല എന്നുള്ളത് അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രേ. ഒരു ദിവസം സ്വന്തം കുട്ടിയുടെ അടുത്ത് മറ്റൊരു കുട്ടി വന്നിരിക്കുന്നത് കണ്ടു. അതൊന്നും കൂടാതെ ആസിഫ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, അമ്പലത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി. ഈ പെൺകുട്ടി വന്ന് സംസാരിച്ചു. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൽ ഒരു ഗർഭിണിയുടെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും, തൃശൂലം കുത്തി ഇറക്കിയ കഥ. അതിൽ ആ ഒരു കുഞ്ഞില്ലേ, പുറത്തെടുത്ത കുഞ്ഞ്, ആ കുഞ്ഞൊക്കെ ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീടിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അത് ഞാനതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. കാരണം ഇവർ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടാവേണ്ടതായിട്ടുള്ളതല്ല. അന്ധവിശ്വാസം എന്നൊരു സാധനം ആരെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ്. ആ കുട്ടി അടുത്ത രാത്രിയും വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ശേഷമാണ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്റെ സോളിനെ ട്രാവൽ ചെയ്യിപ്പിച്ച് കുട്ടി താമസിച്ച ദുബായിൽ ആ സംഭവം നടന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അപ്പോഴാണ്, അതിനുശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് സോളിന് ട്രാവൽ ചെയ്യാനുള്ള പവർ ഗോഡ് തന്നിട്ടുണ്ടെന്ന്. എനിക്ക് ആ ദിവസമാണ് എനിക്കത് മനസ്സിലാവുന്നത്. എന്റെ ബോഡി മാത്രമേ കാനഡയിൽ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്റെ സോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ആ കുട്ടി മരിച്ച ദിവസം ഉണ്ടായ ആ റൂമില് എന്റെ സോളിനെ കൊണ്ടുപോയി നിർത്തിച്ചിട്ട് എനിക്ക് കാണിച്ചു തരുവാണ് എനിക്ക് ഇന്നതാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഈ ആത്മാക്കളെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു കഴിവൊക്കെ ചില മുന്നിവര്യന്മാർക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഗോപൻ സ്വാമി അവർകളെ കുറിച്ച് അറിയില്ലേ? തന്റെ ശരീരം ഇവിടെ ഇങ്ങനെ ആക്കി വെച്ച് പോകും, മടക്കി വെച്ച് പോകും, എന്നിട്ട് ആത്മാവിനെ പുറത്തു വിടും. പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും കാലഘട്ടത്തിൽ തിരിച്ചു വരാം. ഒരു കണക്ഷൻ ഭൂമിയുമായിട്ടുള്ള ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏത് ബ്രാൻഡാണ് അടിച്ചിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? അതായത് റിഫയുടെ ആത്മാവ് വന്ന് തൻ്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ട് അന്നത്തെ ആ ഒരു കാര്യങ്ങൾ, അന്ന് നടന്ന ആ ഒരു കാര്യങ്ങൾ മുഴുവൻ ഒരു സിനിമയിൽ കാണുന്ന രീതിയിൽ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ കാണാം. ചില ഇംഗ്ലീഷ് സിനിമകൾ ഉണ്ടാവും ഇതേപോലെ. അതേപോലെ നിന്ന് കണ്ടു എന്നാ പറയുന്നത്. ടെലിപാത്ത് അങ്ങനെ എന്തൊക്കെ പറയുന്നതിനെ. എന്തുണ്ടായാണെങ്കിലും ശരി, ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങളോട് ഇനി ആ ഒരു സത്യം ഞാൻ പറയാം. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കല്ല് വെച്ച നുണയായിരുന്നു. ഇവര് പേരെടുക്കാൻ വേണ്ടിയിട്ട് ഊളത്തരം പറഞ്ഞതാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. ആത്മാവ് ഫ്ലൈറ്റ് കയറ്റി അങ്ങ് കൊണ്ടുപോയ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുവാടെ, ഇനി ബാക്കി കാണാം. അവിടെ ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ കുട്ടി കാണിച്ചതാണ് എനിക്ക്. അപ്പം ഇത് കാണിച്ചു തരുന്ന സമയത്ത് ആ കുട്ടി നിന്ന് നോക്കുകയാണ്. അപ്പൊ എനിക്ക് ശരിക്കും ഒരു സോളായിട്ട് തോന്നില്ല. കാരണം ഞാനും ഒരു മനുഷ്യനെ നിന്ന് നോക്കണ പോലും ആ കുട്ടി ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ മർഡർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവര് നിന്നോട് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അവളോട് എന്തിനാ ഇത് ചെയ്യുന്നത്, എന്തിനാ ഇവർ ചെയ്തതെന്ന് ചോദിച്ചപ്പം ആ കുട്ടി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ആളാണ് ബെൻസർ. അവരെനിക്കിങ്ങനെ കാണിച്ചു തന്നു. ശരിക്കും അവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അവരെന്തോ ഇരുട്ടത്ത്
നിൽക്കുന്ന പോലെ, ഇതൊക്കെ ഒരു സോളുകളുടെ ഒരു ഇതാണല്ലോ. അപ്പൊ എന്തോ അയാൾ അങ്ങനെ നിൽക്കണം. അപ്പൊ ഇവരെ കണ്ടപ്പം ഒരു വൈറ്റ് കന്തൂർ, വൈറ്റ് ഇത് വളരെ ക്ലിയർ. എന്താണോ ബെൻസറിന്റെ ക്ലിയർ പിക്ചർ എടുത്തിട്ട് മുമ്പിൽ വെച്ചത് പോലെയാണ് എനിക്ക് ആ കുട്ടി ഇവരെ കാണിച്ചത്, ബെൻസർ എനിക്ക് കാണിച്ചത്. അപ്പം എന്തിനാ ഇത് ചെയ്യുന്നത്, മോളുടെ നേരെ എന്തിനാ ഇവര് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് അവനെ കാണിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് വേണ്ടിയാണോ മോളെ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ചെയ്തു, തലാട്ടി. ഓക്കെ, മരണപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടിയെ പോലും കളിയാക്കുന്നതിന് തുല്യം. കറണ്ട് വന്നു, സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ബെൻസർ എന്ന് പറയുന്ന വ്യക്തി ആരാ നിങ്ങൾക്കറിയോ? ബെൻസർ എന്ന് പറയുന്ന വ്യക്തി ഈ ദുബായിലൊക്കെ ഓരോരോ ഷോസൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആളാണേ. രേണുസുതിയൊക്കെ ഇപ്പം അടുത്തൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഈ ബെൻസർ എന്ന് പറയുന്ന വ്യക്തി. അവർ പറഞ്ഞിട്ടാണത്രേ റിഫയെ കൊന്നത്. അയാൾ ഒരു സ്മഗ്ലറാണ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്, ഇവർ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. അതായത് ഈ ആത്മാവ് വന്ന് കേസ് അന്വേഷിച്ച് കേസ് വിജയിപ്പിക്കുക എന്നുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവങ്ങളില്ല. എന്നാൽ തെരേസിറ്റ ബാസ കേസ് എന്ന് പറയുന്നൊരു കേസ് 1977 നടന്നൊരു കേസാണ്. ഈ ഒരു കേസിൽ ചിക്കാഗോയിൽ നടന്നതാണ്. ആത്മാവ് വന്ന് ഒരു സ്ത്രീയോട് കാര്യങ്ങൾ പറഞ്ഞു. അതിനടിസ്ഥാനത്തിൽ അവർ കോടതിയിൽ ഈ കാര്യം പറഞ്ഞു. പോലീസുകാർ ആ നടന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ ഒരു അന്വേഷണം നടത്തി. അവർ പറഞ്ഞത് അച്ചട്ടായിരുന്നു, കേസ് തെളിഞ്ഞു. ഇതാണ് ഒരൊറ്റ സംഭവം. ഇനി രണ്ടാമതൊരു സംഭവം ഉണ്ട്. അതും എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ആത്മാവ് വന്ന് ഒരാളോട് വന്ന് കഥ പറയാം. അതായത് ഇങ്ങനെയാണ് സംഭവിച്ചത്. കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ട ഒരാളുടെ ആത്മാവ് ഒരു കുഞ്ഞിലേക്ക്, പുതിയതായി ജനിച്ച കുഞ്ഞിലേക്ക് കയറുന്നു, ആ കുഞ്ഞ് വഴി കേസ് അന്വേഷണം നടക്കുന്നു എന്നൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ വല്ല സംഭവമാണോ ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വല്ലതുണ്ടോ, ഞാൻ അതിനെ കുറിച്ചിട്ടാണ് ആദ്യം അന്വേഷിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങൾ, അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത്. അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരു എനർജി ഉണ്ടാവും. അങ്ങനെ തന്നെയാണ്. അത് ഞാൻ വിശ്വാസികളോട് പറയുന്ന കാര്യം കേട്ടോ. വിശ്വാസമില്ലാത്ത ആളുകൾ ചിലപ്പോൾ അതിൽ കിടന്ന് കുണയ്ക്കും. അതുകൊണ്ട് പറയാണ്, 1977 ചിക്കാഗോയിലെ തെരേസിറ്റ ബാസ എന്ന നഴ്സ് ക്രൂരമായി കൊല്ലപ്പെട്ടു. പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഒരു സൂചന ലഭിച്ചില്ല. തെരേസിറ്റയുടെ സഹപ്രവർത്തകയായിരുന്ന റമി ചുമ എന്ന സ്ത്രീക്ക് പെട്ടെന്ന് ചില വിഭ്രാന്തികൾ ഉണ്ടാവുകയും അവർ മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മരിച്ച തെരേസയുടെ ശബ്ദത്തിലാണ് താൻ സംസാരിക്കുന്നതെന്ന് റമി അവകാശപ്പെട്ടു. റമീലയുടെ കൊലയാളിയുടെ പേര് അലൻ ഷോവറി എന്നാണെന്നും അയാൾ മോഷ്ടിച്ച ആഭരണങ്ങൾ അയാളുടെ കാമുകിയുടെ കൈവശമുണ്ടെന്നും വെളിപ്പെടുത്തി. പോലീസ് ഇത് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും അന്വേഷിച്ചപ്പോൾ അലൻ ഷോവറിയുടെ പക്കൽ നിന്നും തെരേസിറ്റയുടെ ആഭരണങ്ങൾ കണ്ടെടുത്തു. അയാൾ കുറ്റം സമ്മതിക്കുകയും 14 വർഷത്തിന് ശേഷം ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് അന്ന് നടന്ന കേസ്. ഇത് ആ പോലീസുകാർ ഇവരുടെ വാക്ക് കേട്ട് നേരെ അറസ്റ്റ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. ആദ്യം ഇത് കേട്ടു, മൈൻഡ് ചെയ്തില്ല. പിന്നെ അവർ പറഞ്ഞ രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇന്ന സംഭവങ്ങളൊക്കെ കിട്ടി. ഇതിനെ സയന്റിഫിക് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉപബോധ മനസ്സിന്റെ ഇടപെടലാണ്. മുകളിൽ സൂചിപ്പിച്ച തെരേസിറ്റ ബാസ കേസിൽ ആത്മാവ് വന്ന് സംസാരിച്ചു എന്ന് അവകാശപ്പെട്ട റമി ചുമ എന്ന സ്ത്രീ തെരേസിറ്റയുടെ സഹപ്രവർത്തകയായിരുന്നു. റമിക്ക് കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ സംശയമോ സൂചനയോ നേരത്തെ അറിയാമായിരുന്നിരിക്കാം. എന്നാൽ ബോധ മനസ്സിൽ അത് വ്യക്തമായിരുന്നില്ല. ആഘാതം അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം ഈ വിവരങ്ങൾ ഒരു ആത്മാവ് സംസാരിക്കുന്ന രീതിയിൽ പുറത്തു വന്നതാകാം. ഇതിനെയാണ് ക്രിപ്റ്റോനിഷ്യം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ എവിടെയോ കേട്ടതോ കണ്ടതോ ആയ കാര്യം നമ്മുടെ സ്വന്തം അറിവിലല്ല എന്ന രീതിയിൽ പുറത്തു വരുന്നത്. ഇനി നമുക്ക് റിഫയുടെ കേസിലേക്ക് തന്നെ വരാം. ഇപ്പോ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തനിക്കറിയാം എന്ന് ഈ വീഡിയോന്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് തന്നെ പ്രൊപ്പോസ് ചെയ്ത ഒരു മനുഷ്യനാണ് ഷംസുദ്ദീൻ. ഈ ഷംസുദ്ദീനിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ ഒരു പക്ഷേ ഇവർ പുറത്ത് പറയുന്നതാണോ എന്നുള്ളതായിരുന്നു എന്റെ ഈ സംശയം. ബാക്കി തുറന്ന് കാണാം. ഇതാണ് ആ സോള് ശരിക്കും തല ഇങ്ങനെ ഷേക്ക് ചെയ്തു എന്റെ അടുത്ത്. ഇവന് വേണ്ടിയാണോ ഇത് ചെയ്തത്? അപ്പൊ ഇയാൾ ആരാണ്? എനിക്ക് ഇവരെ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആ സോളിനോട് തന്നെ ചോദിക്കാണ്, ആരാണ് ഇയാൾ? എന്തിനാണ് ഇയാൾ ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത ആളെ എനിക്ക് കാണിക്കുന്നത് അത് ഷംസുദ്ദീനെ കാണിച്ചത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഷംസുദ്ദീൻ കേട്ടോ. ഇനി ഷംസുദ്ദീൻ എന്താണെന്ന് അവര് തന്നെ പറഞ്ഞ കേൾക്കാം. അപ്പൊ ഷംസുദ്ദീൻ ആരാണ്? എനിക്കറിയുന്ന ആളാണ്. എന്നെ പ്രപ്പോസ് ചെയ്ത ആളാണ്. എന്നെ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് പ്രപ്പോസ് ചെയ്ത ആളെയാണ് ആര് കാണിച്ചിരുന്നത്? ഇപ്പൊ കാണിച്ചിരുന്നത് എനിക്ക്. അപ്പൊ ഞാൻ ദുബായില് ബോയ്സ് ജിമ്മിൽ ട്രെയിനിങ്ങിലും ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇവർ അവിടെ വർക്ക്ഔട്ടിന് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഷംസുദ്ദീനെ പിടിച്ചൊന്ന് കുടഞ്ഞാലും ഈ സ്ത്രീയെ പിടിച്ചൊന്ന് കുടഞ്ഞാലും കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും കഴിയുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഷംസുദ്ദീന്റെ പേര് വരുന്ന വരെ ഞാൻ ഇന്ന് കാത്തിരുന്നത്. ബാക്കി ഷംസുദ്ദീനെ എന്താ നിങ്ങൾ ചോദിക്കുമ്പോ തന്നെ ഒരു സൗണ്ട് ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അവനെല്ലാം അറിയാം എന്ന് പറഞ്ഞു. അവനെല്ലാം അറിയാമെന്ന് പറഞ്ഞത്രേ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരു ക്ലിപ്പും കൂടിയും കാണിച്ചു തരാം. വല്ലാത്തൊരവസ്ഥയാണ്. ആത്മാവ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് റൂമിൽ വെച്ച് സംസാരിച്ചത്രേ. അത് അവനെല്ലാം അറിയാമെന്ന് പറഞ്ഞു. ഷംസുദ്ദീൻ എല്ലാം അറിയാം. ഷംസുദ്ദീൻ എല്ലാം അറിയെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പോലീസുകാരൊന്ന് കൊണ്ട് കൊടയി അപ്പം മനസ്സിലാവും. പിന്നെ ഷംസുദ്ദീനോട് പോലീസുകാരോട് പോയി പറയാൻ പറഞ്ഞപ്പോൾ ഷംസുദ്ദീൻ മുങ്ങിയെന്നാ പറയുന്നത്. അതുവരെ തന്നെ പറയുന്ന വാക്കുകളാണ്. റിഫയുടെ കേസിൽ ഈ പറഞ്ഞ ഒരാളും റിഫ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ബെൻസറിനെ കൂടെ കണ്ടു, വേറെ ആരൊക്കെ കൂടെ ബനീഷിനെ കണ്ടു എന്നൊക്കെ നീ പറയുന്നു. ഇവരാരും റിഫയുടെ കേസിൽ ഇൻവോൾവ് അല്ലല്ലോ. അപ്പം ഒരു കാര്യം ചെയ്യണം, നീ ഇത് കണ്ട ആളാണ്, അതുകൊണ്ടാണ് റിഫ വന്നിട്ട് ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പം നീ യു ആർ ദ വിറ്റ്നസ് ഓഫ് ദിസ് കേസ്. ഈ കേസിന്റെ വിറ്റ്നസ് ആണ്. ഇന്ന ആൾക്കാരെ കൂടെ എന്തോ സംഭവം ഉണ്ട് അവർക്ക് സംഭവിച്ചത്. ഓക്കെ, ഷംസുദ്ദീൻ മുങ്ങി. ഷംസുദ്ദീനോട് പറഞ്ഞത്രേ, നീ ഇതെല്ലാം കണ്ടതാണ്, ബെൻസറിനെ കുറിച്ച് നിനക്ക് അറിയുന്നതല്ലേ, നീ പോയി പറ. അപ്പൊ ഷംസുദ്ദീൻ മുങ്ങി എന്നാ പറയുന്നത്. എന്നാൽ ആരാണ് ഈ ബെൻസർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബെൻസർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ബെൻസർ പറയണമെന്ന് കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഡോണും വലിയൊരു മാഫിയെല്ലാം ആയിട്ടില്ല വീഡിയോസൊക്കെ എനിക്ക് പലരും അയച്ചു തന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചിരിയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ആൾക്കാരൊക്കെ ആ വീഡിയോസ് എടുത്ത് ഇടുമ്പോഴും പിന്നീട് പല സുഹൃത്തുക്കളും വന്ന് എനിക്ക് എൻ്റെ ഇൻബോക്സിൽ അയച്ചു തന്ന് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഓരോ വ്യക്തികളോടും മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം സ്വപ്നത്തിന് ഒരു റീപ്ലൈ കൊടുക്കേണ്ടതാണ് ആദ്യം വിചാരിച്ചിരിക്കുന്നത്. ഈ മരണപ്പെട്ടു പോയ കുട്ടിയോ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കൾ ആരെയും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. മരണപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടിയെ കുറിച്ചിട്ട് തന്നെ ഞാൻ അറിയുന്നുള്ളത്. എന്തായാലും ഇത് 100% 100% വല്ലാഹി സുമ്മ വല്ലാഹി ഇത് ഉറപ്പാണ്. ഇതിൽ ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കൂടെ എന്നെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ എടുക്കാൻ റെഡിയാണ്. അതാരായാലും മുന്നോട്ട് വരാം. വല്ല ഫോട്ടോസോ വല്ല വീഡിയോസോ എന്തെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മീറ്റ് ചെയ്തോ സംസാരിച്ചോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർ വന്നോട്ടെ. അവർ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാൻ റെഡിയാണ്. അത് മറ്റൊന്ന് എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ആ പെണ്ണുങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അത് ലീഗലി ഇൻഷാല്ല ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ഈ 4 വർഷം മുമ്പ് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് ഞാൻ വലിയ മാഫിയോ എന്തൊക്കെയാ പഠിച്ചവരായാലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഇങ്ങനെ ചിരിയും വരുന്നു, ഇങ്ങനെ ഷോക്കിംഗ് ആണ്. ഇതൊക്കെ ഞാൻ തന്നെയാണോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. എനിക്ക് വേറെ ആൾക്കാർ അയച്ചു തന്നപ്പോൾ. അപ്പം എന്തായാലും ആ കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഇനി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവരെ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. അതിൽ ഇനി ഏത് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ഖാദർ കരിപ്പോടിൻ്റെ വീഡിയോസാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. ഖാദർ കരിപ്പോടിൻ്റെ വീഡിയോസിലൂടെയാണ് ഞാൻ ആ ഒരു കഥകളും എല്ലാം അറിഞ്ഞിട്ടുള്ളതും. വേറെ എനിക്ക് അറിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്നെ പരിചയമുള്ള എന്നെ അറിയുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് ആ പെണ്ണുങ്ങൾ സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്. ഒരാളുടെ മരണം എത്രയും പെട്ടെന്ന് തെളിയണം. ഇതിൽ മെഹനാസിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം അല്ല, നന്നായിട്ട് അറിയാം. അവൻ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പൊ മെഹനാസ് പുണ്യാളനാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണെന്ന് ഇപ്പൊ നമ്മൾ പൊളിച്ചടക്കി. അതേപോലെ തന്നെ മെഹനാസിനെ ആളുകൾ കൊടുക്കാൻ ശ്രമിക്കാന്ന് എല്ലാവരും പറയും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ റിഫയുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തുന്നുണ്ട്. ഇവൻ കട്ടിലിന്റെ മുകളിലിട്ട് തലച്ചിടിച്ചതും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ മെഹനാസ് ഇതിൽ കുറ്റക്കാരനല്ല എന്ന് ഒരിക്കലും നമ്മൾ ആരും പറയില്ല. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യൻ വന്ന് പറയുന്നു, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു തേങ്ങാക്കൊലി അറിയില്ല എന്നുള്ളത്. പക്ഷെ ആ സ്ത്രീ പറയുന്ന ഒരു ദൃഢനിശ്ചയം എടുത്ത് പറയുന്ന കുറെ നുണകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. 8ന്റെ പണി എന്തായാലും ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ ഇറങ്ങി ഓടുന്ന സമയത്ത് ഹിസ് ബോഡി വാളിലൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇടിച്ച് പോയി. അപ്പൊ തന്നെ ഫോണൊക്കെ വെപ്രാളത്തിൽ അവൻ എടുത്തിട്ട് അവൻ വിളിക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് അതും കാണിച്ചു തന്നു. ഫോൺ എടുത്തിട്ട് ആരോ വിളിക്കുന്നുണ്ട്. ആ വിളിച്ച ആളാണ് ഈ മർഡറിന്റെ മാസ്റ്റർ മൈൻഡ്. അതാണ് നമ്മുടെ ബെൻസർ ബായി എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഇതാക്കി കൊന്നതിന് ശേഷം അവൻ ഇറങ്ങി ഓടുന്ന സമയത്ത് കോൾ ചെയ്തിരുന്നത്രേ. അതാണത്ര ബെൻസർ ബായി. ഒന്നും പറയുന്നില്ല. ഇനി മറ്റൊരു കഥയും കൂടി ഇതിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് അതുകൂടി കേൾക്കണം നിങ്ങൾ.
അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റേണു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. സോ എല്ലാ ഗേൾസിനോടും ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുവാണ്, വെരി സൂൺ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ബെൻസറിന് പിടിക്കപ്പെട്ടിരിക്കും. ആ മേർഡർ സംഭവിച്ച ശേഷം ഫസ്റ്റ് ഇറങ്ങി ഓടുന്നത് ആഷിഖാണല്ലോ. ആഷിഖ് വിളിച്ചിട്ട് ഈ സംസാരിച്ച ആളാണ് ബെൻസർ. ഓക്കെ, അപ്പൊ ബെൻസർ പിടിക്കപ്പെടും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടാണ് ചാച്ചി നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം ചേച്ചി. ചേച്ചി ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട കാരണങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആത്മാവ് എന്നൊരു സാധനം ചിലപ്പോൾ ചില ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മളങ്ങ് വിശ്വസിച്ച് പോയടോ. പക്ഷെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഓരോ ആളുകളും വന്ന് പറയുമ്പോൾ അവരും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ ചോദിക്കുന്നത് തെളിവാണ് എന്നുള്ളതാണ്. തെളിവാണ് ഈ വിഷയത്തിൽ എല്ലാവർക്കും വേണ്ടത്. ഇനി ബെൻസർ ബായും റിഫയൊക്കെ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞു എന്ന് പറയുന്ന ദൃശ്യത്തെക്കുറിച്ച് താങ്കൾ പറയുന്നത്, താങ്കൾ ഇനി അത് പുറത്തു വിടേണ്ടി വരും. അവരെല്ലാവരും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യം, അതായത് റിഫ മരിച്ച അധികം വൈകാതെ തന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ മരിച്ചു ദുരൂഹ സാഹചര്യത്തിൽ. അതും കൂടി ഒന്ന് കേൾക്കാം. മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഉണ്ടായ ലേഡി ബനീഷ, അവരും ബെൻസറും എല്ലാവരും ഉണ്ടായി. ഈ 2 ഗേൾസും ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ 2 പേരും മരിച്ചു. 2 പേർക്കും സൂയിസൈഡ് എന്നാണ് പേര് വരുന്നത്. ഒരാൾ 2022 മരിച്ചു, ഒരാൾ സൗദിയില് 2024 മരിച്ചു. ഓക്കെ, ഒരാൾ 2024 മരിച്ച്, ഒരാൾ 2022 3 മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് അവർക്ക് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഈ ബെൻസറിനൊക്കെ സ്മഗ്ലിങ്ങുമായി ബന്ധമുണ്ട്. അപ്പൊ ഈ ബന്ധം കാരണം അവരെയും തീർച്ചു എന്നാ പറയുന്നത്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ആ മരിച്ച ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ബനീഷ പാത്തൂസ് ആണ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ടൈം വരെ ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മരിക്കാൻ ഒരു താല്പര്യമില്ല. പഠിച്ചോ തന്ന ഒരു ആയുസ്, അത് എത്ര കാലം വരെ ഉണ്ടോ അത്ര കാലം വരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലരുത് പ്ലീസ്. ജീവിച്ചു പോയിക്കോട്ടെ, എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. യൂട്യൂബിലത്തെ ചേച്ചി ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആത്മാവല്ല, ഒറിജിനാലിറ്റി തന്നെയാണ്. ഓക്കെ, എൻ്റെ പൊന്നു മക്കളെ, ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ആവണം. ഇത് കേസിൽ മെഹനാസ് കുറ്റക്കാരനാണ്, അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഇതിനിടയിൽ ഒരു നാടകം കളിച്ചിട്ട് മെഹനാസും കുറ്റക്കാരനല്ല എന്ന രീതിയിലേക്ക് ആളുകൾ പറയണം. അതിനുവേണ്ടി മെഹനാസിൻ്റെയൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ടാണോ ചാച്ചി ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഷംസുദ്ദീൻ എന്നൊരു പേര് പറയുന്നുണ്ട്, ലാളയൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ഇത് ചെയ്യുന്നതാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരും റിഫയുടെ കേസിൽ ജെനുവിനായിട്ട് അന്വേഷണം നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഊളത്തരവുമായിട്ട് ഇങ്ങനെ ഒരാൾ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വസിച്ച് പോകും. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ചില കഴിവുകൾ ഉള്ളതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആത്മാവ് അങ്ങ് പോയ കഥയും സിനിമ കണ്ട പോലെ ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത്. ഇവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷം ചില ആളുകളോട് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മരിച്ചു എന്ന് പറയുന്ന ആൾ ഇതാ പുറത്തേക്ക് വരുന്നു. ഇവരൊക്കെ വലിയ സ്മഗ്ലേഴ്സ് ആണെന്ന് പറയുന്നു. ഊഹാപോഹങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്. അതിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പുറത്ത് പറയാനുള്ളതല്ല. ഇവിടെ റിഫ പറഞ്ഞ വാക്കുകളാണ് മെഹനാസ് തന്നെ ഉപദ്രവിച്ച കാര്യങ്ങൾ. വ്യക്തമായ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതാണെന്നുള്ളതാണ്. അത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയാം. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പോലും ഈ സ്ത്രീ വിളിച്ച് കബളിപ്പിച്ചിട്ടുണ്ട്, ആത്മാവ് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആ ഷംസുദ്ദീനെ നിനക്ക് വല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറ. അല്ലാതെ ഇങ്ങനെ കുറെ വാണങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കരുത്. അവരത് ഇങ്ങനെയുള്ളവരെ പൊട്ടത്തരായിട്ട് പുറത്ത് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടായി പോകുന്നത്, അത് തേഞ്ഞു മാഞ്ഞു പോകുന്നുള്ളതാ. റിഫക്ക് ഇവിടെ നീതി കിട്ടുക തന്നെ വേണം. റിഫ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ മെഹനാസിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടണം. പക്ഷെ ഇല്ലാവചനങ്ങളോ ഊഹാപോഹങ്ങളോ ഇല്ലാ കഥ ഉണ്ടാക്കി പറയരുത്. ആത്മാവ് അങ്ങ് പറന്നു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നെ, ഞാൻ ഒരുപാട് റിസർച്ച് ഈ കേസിലൊക്കെ നടത്തിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ, ചില ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. പലപ്പോഴും അത് ചില കാര്യങ്ങളേക്ക് നയിക്കുന്നതായിരിക്കാം. സിക്സ്ത് സെൻസ് എന്ന സാധനമൊന്നും ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. എന്നാൽ അത് ദുരുപയോഗം ചെയ്യുക, അങ്ങനെ സംഭവിച്ചിട്ട് പോലുമില്ല, എന്നിട്ട് ഉളത്തരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? ഇനി നിങ്ങൾ പറ. റിഫ മെഹനാസിന്റെ ഈ കേസിൽ മെഹനാസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സ്ത്രീ വീഡിയോ ചെയ്തിട്ടുള്ളത്? എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേസ് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇവർ പറയുന്ന പേരുകളൊക്കെ എന്തായാലും അന്വേഷിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ദുബായിൽ നടന്നൊരു കേസ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസ്, അത് ഇനി കുത്തിപ്പൊക്കി അന്വേഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവൻ എന്തായാലും ഉപാധികളോട് കൂടിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
അവ എങ്ങനെ നടക്കും? സഫ എന്ന പെൺകുട്ടിയും അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കേണ്ട വിഷയമാണെന്ന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. കാരണം അമ്മാതിരിയാണ് റിഫയെ അവർ ഉപദ്രവിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്താവും ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക? വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.